പ്രിയമുള്ളവരെ, ഇവിടെ ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾക്കെല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി തന്ന 25 വർഷമായി ദോഹാജനീതിന്റെ ഹൃദയം പറയുന്ന നമ്മുടെ സ്വന്തം നാട്ടുകാരൻ മൂസ പുല്ലൂക്കര, അതുപോലെ തന്നെ ഖത്തറിലെ കലാകാരന്മാരെ ഒരു കുടങ്ങയിൽ കൊണ്ടുവന്ന് ഖത്തറിലെ കലാപരിപാടികൾക്ക് ഒരു കാലത്ത് സ്വന്തം നാട് പോലെ തന്നെ കണക്കാക്കിയ നമ്മുടെ സ്വന്തം പിലാട്ടി അഹമ്മദ് ഗഗു, അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിൽ നിന്ന് യുവാക്കളെ IT മേഖലയിലേക്ക് കൈവഴുത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ സ്വന്തം മനുഷ്യൻ യാസർ പുത്തലത്തിനും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ നമ്മുടെ വഴികാട്ടിയായ ഉസ്മാൻ വിപിക്കും, അതുപോലെ ഞങ്ങളുടെ പരിപാടിക്ക് എല്ലാവിധ സ്പോൺസർഷിപ്പും തന്ന് ഞങ്ങളോട് സഹകരിച്ച കാസിം BKക്കും, അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു സുഹൃത്ത് കുഞ്ഞു കണ്ണൂരിനും ഞങ്ങളുടെ 1000 നന്ദി ആദ്യമായി തന്നെ അറിയിക്കുകയാണ്. ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പായി ഞങ്ങളുടെ ഗായകരെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി റഫി സാഹിബിന്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഖത്തറിലെ മലയാളി മനസ്സുകളെ ഹൃദയം കീഴടക്കിയ പുത്തൂരിന്റെ സ്വന്തം കൂട്ടുകാരൻ, പുത്തൂരിന്റെ സ്വന്തം ഗായകൻ ഹാഷിം പുത്തൂർ, അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിലും കലയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം പാട്ടുകാരൻ ഹമീദ് പള്ളിക്കര, അതുപോലെ തന്നെ വീട്ടി മുരളി ആലപിച്ച നാദാപുരം പള്ളിയിലെ നിന്ന് തുടങ്ങുന്ന നാദാപുരത്തിന്റെ സ്വന്തം പാട്ടുകാരൻ ഷിയാസ് കുമ്പക്കോടിനും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ശബ്ദവും വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന KVK സലാമിനും, അതുപോലെ ഹാരിസ് വിപിക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഓർക്കസ്ട്രയിലെ മറ്റു 2 കലാകാരന്മാരെ കൂടി പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് വിരലിന്റെ താളം കൊണ്ട് തബലയെ നിങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിയ മലപ്പുറത്തിന്റെ സ്വന്തം തബലക്കാരൻ കുഞ്ഞു മുഹമ്മദ് അരീക്കോൾ, അതുപോലെ തന്നെ ഹാർമോണിയം വിരൽ കൊണ്ട് തൊട്ടാൽ അത് മധുര സംഗീതമായി പകർന്നു തന്ന, അതുപോലെ തന്നെ വിരൽ തൊട്ടാൽ ഓർഗണം എനിക്ക് വയങ്ങുമെന്ന് പറഞ്ഞു തന്ന നമ്മുടെ സ്വന്തം ഹാർമോണിസ്റ്റ് മുഹമ്മദ് അലിക്കാക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കലാപരിപാടി തുടങ്ങുന്നതിന് മുമ്പായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ആഷിം പുത്തൂരിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. सरदार